സുഹൃത്തുക്കളെ സ്വാഗതമാണ്. ബൈപ്പാസിലെ ചുമര് സ്പ്രേ ചെയ്ത ഓൾസിലൂടെ വെള്ളം ചാടുന്ന ഒരു കാഴ്ച നോക്കി നിങ്ങള്. KNRസിലെ പണിക്കാർ ഫുഡൊക്കെ കഴിഞ്ഞ പ്ലേറ്റ് വരെ കയറുന്ന അത്രയും തെളിഞ്ഞ വെള്ളമായിട്ടാണ് ചാടുന്നത്. ആദ്യം കിണറുള്ള ഏരിയയാണ്, ഉറവയായിരിക്കാം. ഓവർപാസിന്റെ മുകളിൽ നിന്നും സൈഡക്ട് പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഓടുന്ന ആ മനോഹരമായ കാഴ്ച. മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നും കണ്ടെയ്നറിലൂടെ അപകടം സംഭവിച്ച കാറ് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് എഡ്രിക്കോട് പാലച്ചിറ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ചയും കണ്ട് നമുക്ക് പൂത്തനത്താണി പൂവഞ്ചിരിൽ നിന്ന് വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കഴിഞ്ഞ് പൂവഞ്ചിന ഓവർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടത്താണി സ്വാഗതമാട് എഡ്രിക്കോട് വരെയുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പൂവഞ്ചിന അതിന്റെ മുകളിൽ ഫൈനൽ ടാറിംഗ് വർക്കും കഴിഞ്ഞ് രണ്ട് ഭാഗത്തെ വാളിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ്, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് നോക്കി ഇരുവശം ചുമരിന്റെ സ്പ്രേ വർക്കുകൾ, ട്രാക്ക് ഇട്ട് പോയിട്ടുണ്ട്. സെൻറ്ററത്തെ ഡിവൈഡറിന്റെ വർക്കുകൾ എല്ലാം കഴിഞ്ഞു. രണ്ടത്താണി ആ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഈ ഓവർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് കൊണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെ സർവീസ് റോഡിനുള്ള ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡ്രെയിനേജിന്റെ വർക്കുകളും ഈ കൈവരിക്കൊപ്പിച്ചടിഭാഗത്ത് ആ കോൺക്രീറ്റ് കട്ടിങ് അതിന്റെ വർക്കുകളും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരുവശമുള്ള കൈവരിയുടെ വർക്കുകളും, സ്ട്രീറ്റ് ലൈറ്റ്, സൈൻ ബോർഡ്, നെയിൻ ബോർഡ്, ക്യാമറ, അതുപോലെ സ്പീഡ് ക്യാമറകളും ഈ രണ്ടത്താണ് എത്തുന്നതിന് മുമ്പായിട്ട് ആണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രി. അപ്പോൾ ഇവിടെ ട്യൂബുലർ മാർക്കർ വരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈൻ ബോർഡ്, ഏതൊക്കെ വാഹനങ്ങൾക്കാണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിൽ കയറാൻ പറ്റുന്നത് ഇതിനെ കുറിച്ചുള്ള ബോർഡും ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബൈക്കിന്, അതുപോലെ ഓട്ടോറിക്ഷ, ട്രാക്ടറൊന്നും കടന്നു പോകാൻ പറ്റില്ല, ആളുകൾക്ക് നടന്ന് പോകാൻ പറ്റില്ല. വാഹനങ്ങളൊക്കെ കൂടി തുടങ്ങിയാൽ അതിനൊക്കെ കർക്കശ നിർദ്ദേശം വരും. ഏതായാലും അതിനുള്ള ആ ഒരു ബോർഡും ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ടത്താണി അങ്ങാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെ അണ്ടർപാസിന് വേണ്ടി വളരെയധികം സമരം നടന്നൊരു പ്രദേശം കൂടിയാണ് രണ്ടത്താണി. ഇവിടെ നമുക്കറിയാം റോഡ് ഉയർന്നു വന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-45 ബ്ലോക്കിന്റെ ഹൈറ്റിലാണ് ഇരുവശത്തും ഈ ജംഗ്ഷൻ അങ്ങാടി ഭാഗം ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ചേരിയായിട്ടാണ് രണ്ടത്താണി അങ്ങാടി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് സമരങ്ങളൊക്കെ, വൻ ജനസാഗരം തീർത്ത സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ മുന്നേ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ പൂവഞ്ചനയിൽ ഒരു ഓവർപാസുമുണ്ട്. ഈ രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞ ഉടനെ മൂച്ചിക്കൽ ഇവിടെ ഒരു അണ്ടർപാസുമുണ്ട്. അപ്പോൾ ഈ ഒരു 3 കിലോമീറ്റർ അണ്ടർപാസും ഓവർപാസും ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ KNRS അനുവദിക്കാഞ്ഞത്. ഏതായാലും നമ്മൾ രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ മൂച്ചിക്കലെത്തിട്ടോ. ഇവിടെയാണ് ഒരു അണ്ടർപാസ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് കടന്നു പോകുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് അണ്ടർപാസ് അനുവദിച്ചിട്ടുള്ളത്. മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ഇവിടെ ഇനി ക്രാഷ് ബാരിയറിനുള്ള പെയിന്റും വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പെയിന്റ് വർക്ക് മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഇരുവശത്തുമുള്ള ബാരിയറിനുള്ള ആ പെയിന്റും വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പെയിന്റ് വർക്കുകളും, അതുപോലെ ട്രാക്ക് ഇട്ട് ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. ഇരുവശവും റോഡിന് ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഈ അണ്ടർപാസ് കഴിഞ്ഞ് അടുത്ത അങ്ങാടി ചെനക്കലാണ്. ചെനക്കലെത്തിന് മുമ്പായിട്ട് നമുക്കിവിടെ കാണാം ഈ വാഹനങ്ങൾ 3 ലൈനിൽ കടന്നു പോയി എത്ര സ്പീഡിലൊക്കെ കടന്നു പോകാന്നതിനെ കുറിച്ചുള്ള സ്പീഡ് ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ സോളാറും രണ്ട് വശത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങൾക്കൊക്കെ എത്ര സ്പീഡിൽ ഏതൊക്കെ ലൈനിലൂടെയാണ് കടന്നു പോകാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള ആ ബോർഡ് വരെ നമ്മുടെ ഈ ഏരിയയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ മൂച്ചിക്കൽ അണ്ടർപാസ് കഴിഞ്ഞാൽ ചെനക്കൽ ഓവർപാസാണ്. ഓവർപാസ് ഇരുവശത്ത് ചുമരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോയിൽ നൈലിൻ ടെക്നോളജി വെച്ച് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെള്ളം ഈ ഓൾസിലൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ. അപ്പോൾ പലയിടത്തും അതുപോലുള്ള ഒരു വിഷയമുണ്ട്. മഴ കനത്തതോടുകൂടി ഈ ഭാഗത്തൊക്കെ വെള്ളക്കെട്ടുകൾ, ആദ്യം കിണറുള്ളൊരു പ്രദേശമൊക്കെ ആയിരുന്നു. ഈ 6 വരിപ്പാതക്ക് 45 മിനിറ്റ് സ്ഥലം എടുത്തപ്പോൾ ഈ താഴ്ചയിലെടുത്ത ഭാഗങ്ങളിലൊക്കെ കിണറുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉറവ മഴ പെയ്തപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ ചെനക്കൽ ഓവർപാസാണിത്. ഇതിൻ്റെ അടിഭാഗത്ത് ചുമരിൻ്റെ പെയിൻറ്റും വർക്കുകൾ, അതുപോലെ ഗ്രേ കളർ ഗർഡനുള്ള പെയിൻറ്റ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ചെനക്കൽ ഓവർപാസ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്വാഗതമാട് ബൈപ്പാസിൻ്റെ തുടക്ക ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വാഗതമാട് കോട്ടക്കൽ ചെങ്കുവട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്താണ് നമ്മുടെ പുതിയ ബൈപ്പാസ് റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ മിനിറ്റുകൾ കൂടെ തന്നെ നമ്മൾ മമ്മാലിപ്പടി കടന്ന് പാലച്ചിറ ഓവർപാസിന് അടിപ്പതിലൂടെ കോയിച്ചനിലെത്താം. ഇവിടെ നമ്മൾ ആദ്യത്തെ റോഡിന് കടന്നു പോകുമ്പോൾ ചെങ്കുവട്ടി, സ്വാഗതമാട്, ചെങ്കുവട്ടി, എഡ്രിക്കോട്, അങ്ങനെ പാലച്ചിറമട ഭാഗത്തേക്ക് സമയം ഒരുപാട് എടുക്കട്ടോ. അപ്പോൾ ചെനക്കൽ ഭാഗത്ത് സ്വാഗതമാട്, മമ്മാലിപ്പടി, എഡ്രിക്കോട് ബൈപ്പാസ് വന്നതുകൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്ന് ഇതുവഴി കടന്നു പോകാൻ പറ്റും. വളരെ സുഖകരമാണ് ഈ റോഡ്. ഇനി കുറഞ്ഞ വർക്കുകൾ ഈ സ്വാഗതമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും പൂർത്തീകരിക്കുന്നതോടെ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ കഴിയും. കാരണം വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിലും വളരെ അപൂർവമാണ്.
ആ കുറഞ്ഞ വർക്കുകൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയാൽ പൂർണ്ണമായി തുറന്നു കൊടുക്കും. സ്വാഗതമാണ് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ വന്ന ചെനക്കൽ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ റോഡിൻ്റെ 2 ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ, 6 വരിപ്പാതയുടെ ഇരുവശത്തുള്ള ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. ട്രാക്ക് അതിൻ്റെ വർക്കുകൾ, സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഓവർപാസ് നമ്മൾ നേരെ ഇങ്ങോട്ട് സ്വാഗതമാട് ചെറുശോല ഭാഗത്തേക്ക് തിരിച്ച് അവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ ആ മനോഹര കാഴ്ചയോടെ എത്രയോ ഹൈറ്റ് എന്നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈ സ്വാഗതമാട് ഈ ഓവർപാസിന് നല്ല ഹൈറ്റിലാട്ടോ. ഇവിടെ നമുക്കതിൻ്റെ തുടക്ക സമയത്ത് ഉയർന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഓവർപാസും ഉള്ളതുകൊണ്ട് താഴ്ചയിൽ ഇരുവശം 6 വരിപ്പാതൊക്കെ കട്ട് ചെയ്ത് ഇറക്കുമ്പോൾ അടിഭാഗത്ത് കരിമ്പാറകളായിരുന്നു. അതുപോലെ ഉറപ്പുള്ള കല്ലുകൾ, ചവിടി മണ്ണെല്ലാം മിക്സായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. കൂടുതലും കരിമ്പാറകളാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ ഈ ഓവർപാസിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ ഒരുപാട് കാലതാമസം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന നമുക്ക് കാണാം. ഇപ്പോഴും ഈ ഒരു ഏരിയയിൽ ഇനിയും കുറഞ്ഞ പാറകൾ ഏകദേശം ആയിട്ടുണ്ട്. 6 വരിപ്പാത ലെവലായിട്ട് മണ്ണ് പാറൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മെറ്റൽ കമ്പാക്റ്റിങ്ങും അതുപോലെ ടാറിംഗ് വർക്കുകൾ 50 മീറ്റർ മാത്രമാണ് ഇനി ടാറിംഗ് ചെയ്യാനുള്ളത്. ഏതായാലും നമ്മളിതിൻ്റെ തായ് ഭാഗത്തു കൂടെ ഓവർപാസിന് അടിപ്പാതയിലൂടെ കടന്ന് ചെറുശോല, പാറമ്മൽ, ക്ലാരി, മമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകാം. ഈ ഓവർപാസ് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കം. ചെറുശോല വരെയാണ് അതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നമ്മൾ ഇവിടെ എത്തിട്ടോ. ഇവിടെ നമ്മൾ നോക്കി ഇതിൻ്റെ ഹൈറ്റൊക്കെ ആണെങ്കിൽ നല്ല ഉയരത്തിലാണ്. ഇവിടെയൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണിച്ചതുപോലെ ഈ ഓസിൻ്റെ ഉള്ളിലൂടെ ഉറവ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട്. KNRCയിലെ പണിക്കാർ തന്നെ ഇവിടുന്ന് ആ വെള്ളം ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കഴുകുന്നതും ഈ ഒരു വെള്ളത്തിലാട്ടോ. നോക്കിയാൽ അത്രയ്ക്കും നല്ല ക്ലിയർ ആണ്, തെളിഞ്ഞ വെള്ളം. അപ്പോൾ ആ ഓസിലൂടെ ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ പറയുമ്പോൾ ഈ റോഡ് വർക്കിൽ നമ്മൾ ഈ സ്വാഗതം ബൈപ്പാസിൽ ഏറ്റവും വർക്ക് കാണിച്ചൊരു ഏരിയയും കൂടിയാണ് ഇവിടെ. അന്ന് ഈ ഭാഗത്ത് വീടുകളിലെ കിണറുകൾ, ഒരുപാട് കിണറുകൾ ഉണ്ടായിരുന്നു. ആ കിണറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ കിണറിൻ്റെ ചുറ്റുള്ള സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിച്ചിരുന്നു. അന്ന് തന്നെ ഇവിടെ വർക്ക് നടക്കുമ്പോൾ വെള്ളമൊക്കെ അടിഭാഗത്ത് ഒഴുകുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചു. ഇന്നിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ ഓവർപാസിൻ്റെ ചുമരിൻ്റെ ഇരുവശത്തുനിന്നും ഇതുപോലെ ഉറവ് വന്നിട്ട് ഈ ഡ്രെയിനേജിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലാണ് ഇനി ഇവിടുന്ന് വലതു ഭാഗത്ത് നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇനിയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ഇനിയും പാറകളുണ്ട്, പൊട്ടിച്ച് കുറഞ്ഞ വർക്കുകളുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഏകദേശം ഓവർപാസിൻ്റെ ആ ഏരിയ വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ട് ഒരു 50 മീറ്റർ മാത്രം, നമ്മൾ പറഞ്ഞതുപോലെ 50 മീറ്റർ മാത്രം, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്ന കാഴ്ച കാണാം. അതുപോലെ അവിടെ എക്സ്കവേറ്റർ, റോക്കി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള വർക്ക്, ആ പാറ പൊട്ടിക്കുന്ന വർക്കുകൾ, അതിനുള്ള മിഷനറീസൊക്കെ അവിടെ സെറ്റായി കഴിഞ്ഞ ഉടനെ അടുത്തൊരു ഘട്ടം നമ്മൾ പോയി കടന്നു വരികയാണെങ്കിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന ആ മനോഹര കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങളെ കാണിക്കുക. അങ്ങനെ ഇവിടുന്ന് മുകളിൽ ചെറുശോല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഈ ഓവർപാസിൻ്റെ കഴിഞ്ഞ് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പാലത്തിൻ്റെ തുടക്കം. 1/2 കിലോമീറ്ററിലേറെ ചെറുശോല വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വയലിലൂടെ ഇരുവശവും സൈഡ് വാള് ബ്ലോക്കിൽ പതിച്ച്, കോൺക്രീറ്റ് വാളൊക്കെ പതിച്ച് 2 തോടിന് കൂടെ വരുന്ന പാലം, അതുപോലെ ഒരു അണ്ടർപാസ്, പിന്നെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ. അങ്ങനെയാണ് ഇതുവഴി റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പാലത്തിൻ്റെ മുകളിലുള്ള വർക്ക്, ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നതിന് വേണ്ടി ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് ഓസൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ താഴേക്കുള്ള കാഴ്ച നോക്കിയാൽ അവിടെ അടിഭാഗത്ത് നല്ല താഴ്ചയിലാട്ടോ, നല്ല ഹൈറ്റിലാണ് ഈ ഇവിടെയും പാലം വന്നിട്ടുള്ളത്. മറ്റു പാലത്തിൻ്റെ ഏകദേശം എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 6 വരിപ്പാതൊക്കെയുള്ള ഇരുവശത്തും 3 ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ബെയറിൻ്റെ പെയിൻറ്റിംഗ് വർക്ക്, സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റിംഗ് വർക്ക്, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ അവിടുത്തെ പാലത്തിൻ്റെ എല്ലാ വർക്കുകളും. നമുക്കറിയാം ഈ പാലം കടന്നു പോകുമ്പോൾ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുശോല വരെ പില്ലറിലാണ്, പീർ ക്യാപ്പ് പില്ലറിലാണ് പാലം പണിതിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് 3 ലൈന് നമ്മളെ സ്വാഗതമാണ് അവിടുന്ന് പകുതി വരെ ഏകദേശം കുറഞ്ഞൊരു ഭാഗം സൈഡ് വാള് ചുമര് കെട്ടിയിട്ട് മണ്ണിട്ട് ഇരുവശവും 3 ലൈൻ സൈഡിൽ ബ്ലോക്ക് പതിച്ച് മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസ് കൊടുത്തിട്ട് വീണ്ടും അവിടുന്ന് അങ്ങോട്ട് സൈഡ് വാള് കെട്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് കുറഞ്ഞൊരു ഭാഗം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അവിടുന്നാണ് വീണ്ടും പില്ലറിൽ ഈ പാലത്തിൻ്റെ പണി കഴിച്ചിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് 2 ഭാഗവും പില്ലറും പീർ കേപ്പും വെച്ച് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്ക്, ടാറിംഗ് വർക്കുമായിട്ടാണ് പോയിട്ടുള്ളത്. കുറഞ്ഞൊരു ഭാഗം ഇവിടുന്ന് വലത് ഭാഗത്ത് നമ്മൾ പറഞ്ഞ അണ്ടർപാസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വാഹനങ്ങൾ അടിഭാഗത്തേക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ അണ്ടർപാസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചെറുശോല എത്തുമ്പോൾ നേരെ സർവീസ് റോഡിൻ്റെ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് നേരെ
ഇടത് ഭാഗത്തേക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആ പാലത്തിൻ്റെ പില്ലറുകളും അതുപോലെ പിയർ ക്യാപ്പുകളൊക്കെ ഇതിൻ്റെ താഴെ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് സൂമിങ്ങിലൂടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ക്ലാരി, മൂച്ചിക്കൽ, പാറമ്മൽ, ക്ലാരി, മമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ ഇനി നമ്മുടെ സ്വാഗതമട ഓവർപാസിൻ്റെ അടിയിൽ ആ കുറഞ്ഞ ടാറിംഗ് വർക്ക് മാത്രമാണ്, ബാക്കിയെല്ലാം ഇവിടെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുശോല വരെ ഈ 6 വരിപ്പാതയുടെ പാലത്തിൻ്റെ ഇരുവശത്തുമുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. പാലം ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കാണാം. അതിൻ്റെ പില്ലറുകൾ, പിയർ ക്യാപ്പ്, ഗർഡറുകൾ, സൈഡ് വാള് ഇവിടെ ഉണ്ടല്ലേ, ഈ ലാസ്റ്റ് ഭാഗത്ത് ബ്ലോക്ക് പതിച്ച് ഈ അടിഭാഗത്തേക്ക് ടച്ചായി വന്ന ഏരിയയാണ്. അവിടെ നിന്നൊക്കെ പില്ലർ നോക്കി നല്ല നീളത്തിൽ തന്നെ ഉണ്ടാവും. വാഹനങ്ങളൊക്കെ അത് പോയി കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവിടെ ടാറിംഗ് വർക്ക് ഒന്നും ആയിട്ടില്ല. അപ്പം ഇനി ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഘട്ടം അവിടെ ടാറിംഗ് ഒക്കെ ചെയ്യുന്നു വിചാരിക്കുക. ഏതായാലും ഇനി നമ്മൾ മെയിൻ റോഡിൽ 6 വരിപ്പാതയിലൂടെ കടന്ന് പാരി, പാറമ്മൽ അവിടെ തോണിന് കൂറ് വരുന്ന 2 പാലങ്ങളാണ്. അത് കഴിഞ്ഞാൽ ചെറിയൊരു അണ്ടർപാസ്, നമ്മൾ മുന്നൊക്കെ പറഞ്ഞ പോലെ കൃഷിക്ക് ആവശ്യമായിട്ട് അതിൻ്റെ അടിഭാഗത്തു കൂടെ കടന്നു പോകുന്നതിന് വേണ്ടി ട്രാക്ടറിനൊക്കെ പോകാൻ പറ്റിയ ഒരു 4 വീലിനെ കടന്ന ഒരു ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ അനുവദിച്ചുള്ളത്. ഇവിടെ ഇത് തോടിന് കുറുകെ വരുന്ന പാലം, ഇത് കഴിഞ്ഞാലാണ് അണ്ടർപാസ്. പിന്നെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കേട്ടോ. നമ്മൾ തുടക്കത്തിൽ പുത്തനത്താണി കഴിഞ്ഞ് പൂവഞ്ചിന ഓവർപാസ്, അത് കഴിഞ്ഞ് രണ്ടത്താണി കഴിഞ്ഞ് മൂച്ചിക്കൽ അണ്ടർപാസ്, അത് കഴിഞ്ഞാൽ വീണ്ടും ചെനക്കൽ ഓവർപാസ്, പിന്നെ സ്വാഗതമാട് ഓവർപാസ്, അതുപോലെ അവിടുന്ന് അങ്ങോട്ട് ചെറുശോല വരെ വരുന്ന വയഡക്റ്റ് ബ്രിഡ്ജ്, അത് കഴിഞ്ഞാൽ ക്ലാരി, പാറമ്മൽ വരുന്ന തോടിന് കൂറ് വരുന്ന പാലം, അത് കഴിഞ്ഞാൽ ചെറിയ അണ്ടർപാസ്. അപ്പോൾ ആ ഏരിയ ഒക്കെ കടന്ന് നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ആദ്യമായിട്ട് ഈ റീച്ചിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ്. നമ്മുടെ ഈ അണ്ടർപാസിന് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 100-150 മീറ്റർ 6 വരിപ്പാത ടാർ ടെസ്റ്റ് നടന്നൊരു ഏരിയ കേട്ടോ അവിടെ. അത് നമ്മൾ ആ വീഡിയോ ഒക്കെ ആ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ ടാറിങ് ചെയ്യുന്ന വർക്കുകളൊക്കെ അന്ന് നിങ്ങൾ കാണിച്ചിരുന്നു. അതിനെ കുറേ ആളുകൾ വല്ല അതിർപ്പത്തോടെയായിരുന്നു ആ ടാറിങ് വർക്കുകളൊക്കെ കണ്ടിരുന്നത്. ഏതായാലും ആ പണി കഴിഞ്ഞൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവർ എത്തുന്ന ഈ ഒരു ഏരിയ, ഇവിടെയൊക്കെ 2 ഭാഗത്തും കൈവരിയാണ് വെച്ചുള്ള സെൻറ്ററത്തെ ഡിവൈഡർ, അതുപോലെ ലൈനിട്ട് പോയിട്ടുണ്ട്. ഈ സൈഡ് വാള്, സൈഡ് ഈ ബ്ലോക്കിന് പകരം മണ്ണിട്ട് സൈഡിൽ ചെരിച്ച് പടുത്ത് കരിങ്കല്ലിൽ പടുത്തിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് അങ്ങോട്ടും നീങ്ങിപ്പോവില്ല, തെന്നിപ്പോവില്ല, പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകളില്ല. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇരുവശത്തും പൂർത്തി ചെയ്താൽ ഡ്രെയിനേജിനുള്ള കമ്പിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യട്ടോ. ഈ ഭാഗത്ത് കുറഞ്ഞ കഴിഞ്ഞ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് അവിടെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അത് അതിൽ ഇറക്കി വെച്ച് കോൺക്രീറ്റിനുള്ള എല്ലാവിധ സെറ്റപ്പിലുമാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ വീണ്ടും വയലിലൂടെ ഏകദേശം പകുതി ഭാഗത്തുനിന്ന് എഡ്രിക്കോട് പാടത്ത് പകുതി ഭാഗത്തുനിന്ന് തുടങ്ങി നമ്മുടെ പാലച്ചിറമാട് ഓവർപാസിന് അടിപ്പതിലേക്ക് ടച്ച് ചെയ്യുന്ന ചെറിയൊരു വയഡക്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ കോയിച്ചനയാണ് ഓവർപാസ് വരുന്നത്. ഏതായാലും കോയിച്ചന ഭാഗം വരെയുള്ള വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളിച്ച് കാണിക്കാം. ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ച് വലതുവശത്ത് സർവീസുകളുടെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്നും സർവീസുകളിലേക്ക് കയറാം. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തോട് തിരൂർ ഭാഗത്തേക്ക് പോകാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എഡ്രിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാൻ സർവീസ് റോഡ് പോയി നമുക്ക് പോകാം. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുണ്ട് വയൽ. ആ ഭാഗത്ത് ഇവിടെ ഈ ഒരു ഏരിയ മാത്രമാണ് സർവീസ് റോഡിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ സ്വാഗതമാട് വരെ കണ്ടു, അവിടെ നിന്നും സർവീസ് റോഡിനുള്ള റോഡില്ല. കാരണം ആ നിലവിൽ റോഡില്ലാത്തത് കൊണ്ട് തന്നെ 6 വരിപ്പാത മാത്രമാണ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ അനുവദിക്കാറ്. ആദ്യം വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണെങ്കിൽ സർവീസ് റോഡിന് അനുവദിക്കും. അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. ഏതായാലും നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്താറായിട്ടുണ്ട്. മമ്മാലിപ്പടി ഫ്ലൈ ഓവർ നമുക്കറിയാം, മുന്നേ നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. അപകടം നടക്കുന്നതിന് മുന്നും അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസമായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെക്കുറിച്ചും അന്ന് വാഹന ഗതാഗത കുരുക്കിനെക്കുറിച്ചും മുകളിൽ നിന്നുള്ളതും തായ് ഭാഗത്തു നിന്നൊക്കെയുള്ള ആ വീഡിയോ അന്ന് നല്ല തിരക്കായൊരു ഏരിയയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ ഒരു അപകടവും സംഭവിച്ചത്. കണ്ടെയ്നർ ലോറി സർവീസ് റോഡിൽ വന്ന് അതിവേഗതയിൽ വന്ന് 10-20ഓളം വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ച് 2 ആളുകൾ മരണപ്പെടുകയും ആ വീഡിയോ ഒക്കെ രണ്ടാമതും വന്ന് നിങ്ങളെ കാണിച്ചിരുന്നു. പക്ഷേ ഇന്നും നമ്മൾ വന്നപ്പോൾ ആ ഏരിയയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ടതാണ്. മമ്മാലിപ്പടി എത്തുന്നതിന് മുമ്പായിട്ട് എഡ്രിക്കോട് വയലിൻ്റെ നേരെ പാലത്തിൻ്റെ മുകളിൽ തന്നെ ഒരു വാഹനം, ഒരു 4 വീൽ വാഹനം ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഏതായാലും നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ എത്തിയിട്ട് ഇന്ന് നമുക്ക് ഒരു അനുയോജ്യമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടില്ല ഭാഗങ്ങളും എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടാണ്.
ഇതിപ്പോൾ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് തിരൂര് തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടുത്തെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വന്നിട്ടുണ്ട്, അതുപോലെ സൈൻ ബോർഡുകൾ, അതുപോലെ തന്നെ സെൻറ്ററത്തെ ഡിവൈഡറിനുള്ള പെയിൻറ്റും വർക്കുകൾ, 6 വരിപ്പാതയ്ക്ക് ഇരുവശത്തുമുള്ള ലൈനിട്ട് പോയിട്ട് ബാരിയറിനുള്ള പെയിൻറ്റും വർക്കുകൾ, അങ്ങനെ ട്രാക്ക് എല്ലാ വർക്കുകളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഇപ്പോൾ വാഹനങ്ങൾ വളരെ കുറവായിട്ടാണ് പോകുന്നത്. അതിനൊന്നാമത് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, എഡ്രിക്കോട് നമ്മുടെ വയലിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡ്രിക്കോട് ഭാഗത്ത് നിന്ന് ആ ഒരു സൈഡ് മമ്മാലിപ്പടി എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ സൈഡിലെ സർവീസ് റോഡിൻ്റെ ആ ഏരിയ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ ഏരിയ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്നാണ് നോക്കി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപകടം സംഭവിച്ചൊരു ഏരിയയാണ് ഇവിടെ. അന്ന് വാഹനങ്ങളൊക്കെ ഇടിച്ച് അല്ലേ, 4 വീലർ വാഹനം അവിടെ ആകണ്ട് ചപ്പി കിടക്കുന്ന അടിയിൽ അന്ന് ആ കണ്ടെയ്നർ ലോറി തട്ടി പറ്റി അങ്ങനെ 10-20ഓളം വാഹനങ്ങൾക്ക് കേടുണ്ടായിൽ നല്ലൊരു അപകടം പറ്റിയ ഒരു കാറാണ് നിൽക്കുന്നത്. അതുപോലെ ആ ഭാഗത്ത് കുറച്ചൊരു ചെരിഞ്ഞ പ്രദേശമാണ്. അവിടെ നിന്നിട്ട് വളരെ വേഗതയിലായിരുന്നു ആ കണ്ടെയ്നർ ലോറി എത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പാടത്തേക്ക് പോയി. അന്ന് നമ്മൾ ആ പാടത്തു നിന്നുള്ള ആ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരൂര് ഭാഗത്തേക്കുള്ള റോഡും എഡ്രിക്കോട് പോകുന്ന റോഡും കണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നേരെ എഡ്രിക്കോട് പാടം, അതുപോലെ പാടത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വയഡക്റ്റ് തുടങ്ങുന്ന ആ ഏരിയയാണ് കാണുന്നത്. മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് കോയിച്ചന ഭാഗത്ത് ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ പാടത്ത് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ പാടെ തന്നെ ഇരുവശവും സൈഡിൽ ബ്ലോക്ക് പതിച്ചുയർത്തി 2 ഭാഗത്തും സർവീസ് റോഡ് നമ്മൾ പൂക്കിപ്പറമ്പ്, അതായത് പാലച്ചിറമാട് ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെയാണ് സർവീസ് റോഡ്. നേരെ ഓപ്പോസിറ്റിലെ ഭാഗത്ത് നമ്മൾ തിരൂര് ഭാഗത്തു നിന്ന്, അതായത് മമ്മാലിപ്പടി ഭാഗത്ത് നിന്ന് വരുമ്പോൾ സർവീസ് റോഡ് ഇതുവഴി മെയിൻ റോഡിലേക്ക് കയറും. ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ച് കേട്ടോ. കാരണം സ്വാഗതമാട ഭാഗത്ത് ഇനി വർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ കടത്തി വിടുന്നില്ല, ക്ലോസ് ചെയ്തിരിക്കണം. എങ്കിലും വാഹനങ്ങളൊക്കെ അതുവഴിയൊക്കെ ഇങ്ങനെ കടന്നു പോരാം. 3 ലൈനിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് സ്വാഗതമാട് ബൈപ്പാസ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് സർവീസ് കൊണ്ട് കറക്റ്റ് പോകുന്ന നമുക്ക് കാണാം. പൂക്കിപ്പുറം പാലച്ചിറമാട് ഭാഗത്ത് നിന്ന് സർവീസ് കൊണ്ട് കടന്നു പോകുന്ന ഏരിയ. ബോർഡ് വെച്ചിട്ടുണ്ടോ, നമ്മുടെ നെയിം ബോർഡ് അത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, 20 ക്രാഷ് ബാരിയർ, അതുപോലെ സർവീസ് കൊണ്ട് ഭാഗത്ത് യെല്ലോ കളറും ബ്ലാക്ക് കളർ പെയിൻറ്റ്, അങ്ങനെ എല്ലാവിധ വർക്കുകളും ഈ ഒരു ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കാര്യമായിട്ടുള്ള വർക്കുകൾ പറഞ്ഞാൽ ഈ സർവീസ് കൊണ്ട് ഭാഗത്ത് കയറുന്നത് 2 വീലർ മാർക്കറാണ്. അതിൻ്റെ വർക്ക് ഈ ഒരു ഏരിയയിൽ നടക്കാനുണ്ട്. അത് പലയിടത്തും നമ്മൾ വെക്കുന്ന വീഡിയോ ഞങ്ങളെ കാണിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ ആകെ കണ്ടത് ഒരു ഭാഗത്ത് മാത്രമാണ്. മറ്റ് സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പലയിടത്തും വെച്ച് കഴിഞ്ഞു. ഈ റീച്ചിൽ നമ്മളിതുവരെ കണ്ടത് 2-3 സ്ഥലങ്ങളിൽ മാത്രമായിട്ട് കണ്ടത്. ഇനി ഒരുപാട് അത് വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മമ്മാലിപ്പടിയുടെയും പാലച്ചിറമാടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വയലിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് പാലമാണ്. ഈ പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ആ അപകടം സംഭവിച്ചത്. 2 ദിവസം മുമ്പ് നടന്നതാണ്. നിങ്ങൾക്ക് ആകെ നല്ല ഒക്കെ ബെൻഡായിട്ടുണ്ട്, മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ റോഡിനിപ്പോൾ നല്ല വേഗതയിൽ കടന്നു പോകാൻ പറ്റിയ റോഡായതുകൊണ്ട് തന്നെ തട്ടിയാൽ നല്ല തട്ടൽ തന്നെ കേട്ടോ. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് ഇപ്പോഴത്തെ റോഡ്. ഏതായാലും പണികൾ എല്ലായിടത്തും കഴിഞ്ഞു. 99% പണികൾ ഏകദേശം കഴിഞ്ഞിട്ട് ഇനി അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത്. പറഞ്ഞതുപോലെ 2 വീലർ മാർക്കർ, അതുപോലെ തന്നെ ഈ ചെറിയ അപ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ ആ ഏക വർക്കുള്ള ഒരു ഏരിയ എന്നാൽ സ്വാഗതമാട് ഓവർപാസിന് അടിപ്പാതയിലാണ്. അവിടെ ഒരു 50 മീറ്ററുള്ള ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ എഡ്രിക്കോട് പാലച്ചിറമാട് ഈ ഭാഗത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പാലത്തിൻ്റെ അടിഭാഗത്തെ പില്ലറൊന്നും കണ്ടോക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ വീഡിയോ തുടക്കം നമ്മൾ പൂവഞ്ചിനിൽ നിന്ന് തുടങ്ങി എഡ്രിക്കോട് പാലച്ചിറമാട് ഈ ഭാഗത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെയൊക്കെയുള്ള പുതിയ ഒരു റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.